അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നൊരു ആയത്തിൽ ഉപലഭിച്ചെന്ന ഖുർആന്റെ വകയിൽ ഒരു പേര്, മൊത്തത്തിലൊരു പേര് കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബികളെടുത്തപ്പോൾ ആ കിതാബ് ഇഞ്ചീലല്ല, തൗറാത്തല്ല, സബൂറല്ല, ഇത് പേര് ഖുർആൻ. ज़बूर को आंत वर्तनों के में हो, इंजील को तौरात को प्रवातिकल वर्तनों के में मोशे ഖുർആൻ ഇടപെടാണ്ട് അവരുടെ ജീവനത്തോട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഖുർആൻ ഒരു കോടി തെച്ചിത് പെഞ്ഞയില്ലാണ്ട് മക്കയില്ലാണ്ട് അകയില്ലാണ്ട് നയിപ്പില്ലാണ്ട് ഓരോന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷെ കേൾക്കും, എനിക്ക് ഓർമ്മിക്കും. നിന്റെ ഉപ്പും ഈ ഖുർആനായിട്ട് സംബന്ധിക്കുമ്പോൾ നിന്റെ ഉമ്മകളുടെ പെരുമാറ്റത്തെ ചൊല്ലും. അപ്പം നീ ഉമ്മയോട് സമ്മതം വേണം. ഉമ്മയോട് ഉമ്മയെ ബഹുമാനിക്കണം, അപ്പനെ ബഹുമാനിക്കണം, നമുക്ക് വേല ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് അവിടുത്തെ എല്ലാ നാളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിലും അത് യംശി നിന്റൊട്ടികമേ സഞ്ചരിച്ചുകൊണ്ടേ ഉള്ളൂ, സഞ്ചാരം നിന്റൊട്ടികമേ ഖുർആൻ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചെയ്യും. പിന്നെ അല്ലാഹു ആഖിർ കേട്ടത് അത് അഫലാ യതദബ്ബറൂന ഖുർആന, ഖുർആന്റെ മേൽ ഒറ്റര കൂടി ചിന്തന ആക്കിയില്ല, ആക്കില്ലേ. തദബ്ബുർ തഫഖുഹ്, തദബ്ബുർ തതഫഖുഹ്, മൂന്ന് കാര്യം. ചിന്തന നടത്തുന്നത്, രണ്ട് തഫഹും ഗ്രഹിച്ച് അതിനെ പകൽ മാനയെ ഹാസിലാക്കി. തദബ്ബുർ ആകുമ്പോൾ മാനത്തെ പകൽ യാരെ പിടുത്തത്തിൽ മാനത്തെ പിറവിലെ നടത്തും. കാരണം തദബ്ബുർ ഖുർആൻ ബന്ധം, തഫഖുഹും ഖുർആൻ ബന്ധം, തഫക്കുറും ഖുർആൻ ബന്ധം. അതുകൊണ്ട് അള്ളാഹു കേട്ട അത് മനസ്സിൽ എന്തെങ്കിലും ബീഗിട്ട് ആരെയും ബന്ധാക്കിയതാണ് കൊഫ്രു ചെന്നെങ്കിൽ അതേ ഭാഷയിൽ ബീഗം, അതിന് അക്ഫാലിന് അതിന് ബഹുവചനം. ആരെങ്കിലും നിന്റെ നെഞ്ഞിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ കൽബുക ആരെങ്കിലും താക്കോലിട്ട് ബീഗിട്ട് ബന്ധാക്കി താക്കോലെടുത്തും പോയാനായിട്ടുണ്ടാവും. തമാശ എത്ര ശബ്ദത്തിലൊന്നും അതിന് വിവരണമായി തരാം. അതെന്തുകൊണ്ടത് ഖുർആൻ കേവലം ഓതലും കൊണ്ടല്ല, ഓതലോടുകൂടെ എല്ലാത്തിലും. അതുകൊണ്ട് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ഒട്ടക തൻ്റെ മുട്ട പോലെ ആടിന് ഈത്തപ്പഴത്തെ വിത്ത് അതുപോലെ ഒന്നോ കാട്ടി കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവസാനം ഒന്നും തമാശയിൽ അതിന് മുസ്ലിം തമാശയിൽ ഇങ്ങനെ വിശ്വത്തെ ആടുകളെ ഇമാം അലിയാൻ വളർത്തിക്കൊണ്ടുണ്ട്. ചിലപ്പോൾ കയ്യിൽ വെച്ചതിന് വേണ്ടി ഈത്തപ്പഴത്തെ കൊടുക്കും. ആടെന്തെങ്കിലും നാവും നക്കിയത് കലത്തിന്നു. ഇത്തത്തിൽ ബഹീമത്ത അലി അലി മൃഗത്തിലായെങ്കിലും മുഖത്ത് അടിക്കണ്ടാലി. മനുഷ്യരെ അവയവത്തിൽ മുഖ അഷ്റഫുൽ ആളുക, അവയവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം, മർമ്മമുള്ളൊരു ഭാഗം മുഖ. ഭാര്യ നന്ദി ഇങ്ങനെ അടിക്കേണ്ട, മൃഗത്തെയാണെങ്കിലും അടിക്കേണ്ട. അതിന് പകൽ കേൾക്കുന്ന അപ്പമ്മ, ഉമ്മമ്മ, മക്കമ്മ, പോലീസ് സ്റ്റേഷൻ ആയില്ലെങ്കിലും എന്നാൽ അള്ളാഹു കേൾക്കും. ഇമാമനെ കരുതിക്കൊണ്ട് അടിച്ചാൽ ഇമാമിന് വലിയ വിഷയം നേരിടത്തുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് നബി മക്ക ഫത്ത് വരുമ്പോൾ ഒരു പിന്നെ ആട് തൻ്റെ കുഞ്ഞിക്ക് പാല് കൊടുക്കുന്നു കണ്ടപ്പോൾ ചെറിയൊരു സൈഡ് ചേഞ്ചാക്കി ഞാൻ പോയാണ്ട് പ്രായത്തില്ല. ആത്മാർ മക്കത്തെ ഒരു കഥ ഒമ്പതോ കഥാത്ത് കണ്ടോ ഒമ്പത് കഥായത്തിന് വീട്ടിൽ വേണ്ടി അവർ നന്നോട് പെട്ട ചെയ്തു. നബീശ്വരം സഡനിലേക്ക് ചെയ്യാൻ ഇങ്ങനെ പോയി കേട്ടത് ഇതെല്ലാം മുട്ട. ആ ആട് ഞങ്ങളെ കണ്ടിട്ട് കൊല കൊടുക്കാണ്ട് ഓടിപ്പോയെങ്കിൽ അത് ഞങ്ങളെ പേരില്ല, കുറ്റ വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ പോയെങ്കിലും പക്കത്തിൽ എത്തിയിരുന്നു മിൽഗവും ഉമമൻ അംസാലുക്കും ഖുർആൻ സൂറത്ത് അൻആം മിൽഗങ്ങളും നിങ്ങളെ പോലെ തന്നെ സമൂഹമല്ലേ.
നിങ്ങളെ പോലെ മനുഷ്യരില്ലാണ്ട് മാത്രം അത് കെട്ടിയതില്ലാണ്ട് മാത്രം ഓഫീസില്ലാണ്ട് നിങ്ങളെ പോലെ ഭഗവതി വൈദ്യില്ലാണ്ട് മാത്രം ഉമ്മത്തിനും ബഹുവചനം അംഹാലുക്കും നിങ്ങളെ പോലൊരു സമൂഹമല്ലേ, നിങ്ങളെ പോലൊരു കമ്പലില്ലേ, നിങ്ങളെ പോലൊരു വിശപ്പില്ലേ, നിങ്ങളെ പോലൊരു ദാഹമില്ലേ, നിങ്ങളെ പോലൊരു ആലോചനയില്ലേ, ഏത് മരണി പോലെ ഫതായിരിക്കും നിങ്ങളെ മേലെ പക്ഷിയും നിങ്ങളെ പോലെ സമൂഹമല്ലേ. ഖുർആൻ ചൊല്ലുമ്പോൾ ഈ ഖുർആൻ മനസ്സിലാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പണി? സന്തോഷം എല്ലാം കൂട്ടി പിടിച്ച് അതുകൊണ്ട് അല്ലാഹു പഠിക്കണം, അമലാക്കണം, മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് വലിയ ബർക്കത്തുണ്ട്. അതുകൊണ്ട് അബൂ ഹനീഫ കൂഫി റഹ്മത്തുള്ളാഹി ഖുർആനുള്ള ജാഗയിൽ കാൽ നീട്ടി വെക്കാത്തെ, ഖുർആനുള്ള ജാഗയിൽ കാൽ നീട്ടി വെക്കാണ്ടോ, ഖുർആനുള്ള ജാഗയിൽ കാൽ നീട്ടി വെക്കാണ്ടോ വളരെയധികം ഇത്തരത്തോളം ഗൗരവേ, ഇത്തരത്തോളം വിനമ്രത്തെ, അത്ര ഒരു തവാസുവും ലോകത്ത് പെരുമാറിയ ഒരു മഹാപണ്ഡിത മഹാവൽ മദ്ഹബിലെ ഇമാം അബൂ ഹനീഫ കൂഫി റഹ്മത്തുള്ളാഹി തൻ്റെ ഖുർആൻ പരിപാടിയ ഉസ്താദിനെ അക കണ്ടപ്പോൾ അകത്തിന് എതിരുള്ള കാൽ നീട്ടി കണിക്കാനെ വാദിച്ച് ഈടാക്കും. ഇത് മഹാമനുഷ്യൻ, ചെറിയ വിഷയമല്ല. അത് ഹക്കീക്കത്തിൽ വെറും കാൽ നീട്ടേണ്ടല്ല. അത്രത്തോളം ഞങ്ങൾക്ക് എഴുതി പരിപാടി, ഞങ്ങൾക്ക് നിരക്കരിയോട് സമ്മത പരിപാടി, ഞങ്ങൾക്ക് ഗ്രഹനായകനെ ജീവിത പരിപാടി, ലോകത്ത് ഗുരു മുഹമ്മദ് നബിയും അതുപോലെ മാത്രമല്ല ഈ ലോകത്ത് വന്ന് ഏറ്റവും ബർക്കത്തുള്ള 44 ഉൾക്ക ഒരു ഖതം തീർത്തില്ലെങ്കിൽ അവൻ നഹ്സ് പിടിച്ചോണെങ്കിലും അബൂ ഹനീഫ കൂഫി 44 ഖുർആന്റെ ഒതുകൊണ്ടിട്ട് ഒരു ഖതം തീർക്കട്ടെ. ഖതം എന്താക്കി അവസാനിപ്പിക്കൽ ഖതം മിസ്റ്റി ഖതം തീർക്കുക ഫിനിഷ് ഖതം ഒരു ഖതം തീർക്കട്ടെ. അബൂ ഹനീഫ വലിയ മാധുര്യമായ പെരുമാറ്റത്തോടും ഖുർആനിലേക്ക് വലിയ സംബന്ധത്തിൽ കൊണ്ടുപോയി ചെമ്മ ഹദീസുകളെ നിരാകരണം ചെമ്മ ഹദീസുകളെ കൊടുത്തു ഖുർആൻ മാത്രം അമൽ ചെയ്യുമെന്നുള്ള വലിയൊരു ഓരത്തോട് ലോകത്തിൽ വന്നൊരു മഹാപണ്ഡിത അബൂ ഹനീഫ. പ്രിയ സഹോദരൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിൽക്കും ഞങ്ങളൊക്കെ പറയും പല മുസ്ഹഫിക്കും നല്ല വിഷയം. ആ മുസ്ഹഫ് കേവല ഓതി വെച്ച് എവിടെ വെക്കുന്നതല്ല, എൻ്റെ വകയിൽ ചിത്തനുള്ളിൽ ഖുർആനത് ഞാൻ ആകിയ സമകേട ചൊല്ല ഖുർആനത് എൻ്റെ ജീവനക്കർമ്മ സമകേട ചൊല്ല ഖുർആൻ. നിങ്ങളൊക്കെ ഖുർആനില്ലേ, നീ എൻ്റെ ഖുർആൻ ഓദിക്കില്ലേ? ആയിഷ റളിയല്ലാഹു തആല ഷഹാബിയെ യാ ഉമ്മ അല്ലാഹു റസൂലിന്റെ ഔത്തുള്ള ജീവന എങ്ങനെ എനിക്ക്. അപ്പോൾ അല്ലാഹ് ആയിഷയെ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഓദില്ലേ? മുഹമ്മദ് നബി ഔത്തൊന്ന് വേറെ പുറത്തൊന്ന് വേറെ ഖുർആനില്ലേ? മുഹമ്മദ് ഇന്നക ലഅലാ ഖുൽഖിൻ അലീം. അല്ലാഹ് ആകാശത്തെ ഇറക്കിയില്ലേ? നിങ്ങളെ പോലത്തെ സ്വഭാവമുള്ള ഒരാൾ ലോകത്തിൽ ഇല്ല. നിങ്ങൾ ഉത്തമമായ വലിയ സ്വഭാവത്തിലുള്ള ആൾ ചൊല്ലുമ്പോൾ ഔത്തൊന്ന് വേറെ പുറത്തൊന്ന് വേറെ തക്കളോട് ഖുർആൻ നീ ഖുർആൻ ഓതില്ലേ? കേട്ട് ഇങ്ങനെ ചെച്ചമയാക്കിയൊന്നുമില്ല. ഒന്ന് ഖുർആനിലേക്ക് ഒരു ശരിച്ചിരിപ്പാടുള്ളൂ. ഇമാം ബുഖാരി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആ ബർക്കത്ത് ആഗ്രഹിക്കുന്നു, ആ ബർക്കത്ത് നേടുന്നു, ആ ബർക്കത്തിൽ കൂടെ മുൻപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الغفور الرحيم. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين